ശ്ലോകം 9. കർമ്മജ്ഞാന യോഗങ്ങൾ വിദൂര ഫലം തരുന്നതും അതുപോലെ ദുർഗമതരവും ആണ് എന്ന് പറഞ്ഞത് ഈ പദ്യത്തിൽ വിശദമാക്കുകയാണ്. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മല ബോധേ ഭക്തിപഥേഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാ ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി ബോധേ ഭക്തിപഥേഥവാപ്യുചിതതാമായാന്തി. അത് പദം മുറിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി ബോധേ ഭക്തിപഥേഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുഃ ബ്രഹ്മാഖ്യം അന്യേ തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വം ഋതേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഇനി അതിൻ്റെ അർത്ഥം. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാഃ ബോധേ അഥവാ ഭക്തിപഥേ അപി ഉചിതതാം ആയാന്തി. ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായി തീരുന്നു. ഇതിൻ്റെ ഒരു അന്വയമായിട്ട് ആദ്യം ശ്രദ്ധിക്കുക. പദം മുറിച്ച് പറഞ്ഞതിൻ്റെ അന്വയം എങ്ങനെയാണെന്ന്. ഇത് സംസ്കൃത ശ്ലോകങ്ങളുടെ ഒരു പ്രത്യേകത. നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ പദം മുറിച്ച് എങ്ങനെയാണ് പദഘടന എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് അന്വയിച്ച് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് അവസാനവും അവസാനം പറഞ്ഞത് ആദ്യമൊക്കെ വരും. അത് അന്വയിച്ച് ഗദ്യരൂപേണ പറയുമ്പോൾ അതെങ്ങനെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. കേചിത് ചിലര് അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാഃ ബോധേ അഥവാ ഭക്തിപഥേ അപി ഉചിതതാം ആയാന്തി. ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായി തീരുന്നു. അപ്പോൾ കർമ്മയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിത്തശുദ്ധി വരിക. കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി വരുന്നു. അപ്പോൾ കർമ്മയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കേവലം മനഃശുദ്ധിക്ക് വേണ്ടി മാത്രമാണ് സകല കർമ്മ ജാലങ്ങളും എല്ലാവിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ക്ഷേത്രദർശനം, പാരായണം, പിന്നെ പൂജാദികൾ, ഇനി പഴയ കാലത്ത് വൈദിക കാലത്ത് നടന്നിരുന്നത് പോലെയുള്ള ഹോമം, വലിയ യാഗം, അതൊക്കെ നമ്മൾ ഇന്ന് ആ വലിയ യാഗത്തിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഇതായിട്ടാണല്ലോ ഇപ്പം കൊച്ചു കൊച്ചു ഹോമങ്ങളും ഒക്കെ നടത്തുന്നത്.
ഇതെല്ലാം തന്നെ ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിത്തശുദ്ധി വരിക, മനഃശുദ്ധിക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാലോ ജ്ഞാനയോഗത്തിന് അങ്ങനെ ശുദ്ധമായ മനസ്സ് സൂക്ഷ്മമാവുക, ചിന്താബാഹുല്യം ഒഴിഞ്ഞ് ശാന്തമാവുക. അങ്ങനെ ശാന്തമായ ചിത്തത്തിലേക്ക് എളുപ്പത്തിൽ ജ്ഞാനം ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നു. ആചാര്യ വചസ്സിലേക്ക്, അതായത് ശാസ്ത്രത്തിലേക്ക്, ശ്രുതിവാക്യത്തിലേക്ക് ഒക്കെ ഒരു ശ്രദ്ധയുണ്ടാവും. ചിത്തശുദ്ധി വന്നാൽ കേട്ടത് മനനം ചെയ്യാനും ഗ്രഹിക്കാനുമുള്ള ഒരു കഴിവുണ്ടാവും. അങ്ങനെ ജ്ഞാനത്തിന് അർഹരാവും. ശ്രുതി ജ്ഞാനത്തിന്, തത്വജ്ഞാനത്തിന് അർഹരായിത്തീരും. അല്ലെങ്കിലോ അത് ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. ചില വ്യക്തികളുടെ ആ ഒരു ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണെന്ന് പറയുമല്ലോ. ചില വ്യക്തികളുടെ ആ ഒരു വൈഭവത്തിനനുസരിച്ചിട്ട് ചിലർ ഏത് മാർഗത്തിലേക്ക് ഭക്തി യോഗത്തിനായിട്ട് തിരിയും, ചിലർ ജ്ഞാനയോഗത്തിനായിട്ട് തിരിയും. ഈ ഭക്തി യോഗത്തിന് യോഗ്യത വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഭക്തിയുടെ മഹത്വമാണ് പറഞ്ഞു വരുന്നത്, ഭക്തി യോഗം കൊണ്ടുണ്ടാവുന്ന മഹത്വം. അപ്പോൾ ഈ ഭക്തിക്ക് വേണ്ടി പട്ടേരിപ്പാട് നാരായണീയത്തിലുടനീളം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്രകാരത്തിലുള്ള ഭക്തി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്രകാരത്തിലുള്ള ഭക്തി, അതിൻ്റെ പ്രകാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആ ഭക്തിയുടെ പൂർണ്ണതയിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിലുള്ള ഭക്തി, ആ ഭക്തിക്ക് വേണ്ടിയാണ് പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മളും ചെയ്യേണ്ടത്. അപ്പോൾ ഒരാളുടെ ഭക്തിയുടെ തോത് എന്താണ് എന്ന് നമുക്ക് നിശ്ചയിക്കാനോ അളക്കാനോ ഒന്നും അധികാരമില്ല. മറ്റൊരാളുടെ ഭക്തിയെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം. ഒരാൾ ദിവസവും 2 നേരവും അമ്പലത്തിൽ പോകുന്നു, നാമം ജപിക്കുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു, കണ്ടെടുത്തെല്ലാം വീണ് നമസ്കരിക്കുന്നു, എല്ലാവരോടും അങ്ങേയറ്റം വിനയപൂർവ്വം തൊഴുത് പ്രാർത്ഥിക്കുന്നു, ദണ്ഡ നമസ്കാരം ചെയ്യുന്നു, ശയനപ്രദക്ഷിണം ചെയ്യുന്നു, പൂക്കൾ പറിച്ച് മാല കെട്ടി ചാർത്തുന്നു, അർച്ചിക്കുന്നു. ഇങ്ങനെ ദിവസം മുഴുവനും 24 മണിക്കൂർ ഇങ്ങനെ കഴിയുന്നുണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം വലിയ ഭക്തനാണ് എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ അധികാരമില്ല. ഇനി ഒരാൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിലും അയാൾ ഒരു പക്ഷെ അമ്പലത്തിലേ പോകുന്നുണ്ടാവില്ല, നാമമേ ചൊല്ലുന്നുണ്ടാവില്ല, എന്നിരുന്നാലും അയാൾ ഭക്തനാവാം. അപ്പോൾ ഭക്തിക്കൊരു പ്രത്യേക പ്രവർത്തികളൊന്നുമില്ല. ഇന്നിന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെയാണ് ഭക്തൻ എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ പരമഭക്തനായിരിക്കും, അയാൾ അമ്പലത്തിലൊന്നും പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഭക്തി എന്താണ് എന്നുള്ളതിന് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. ആ ഭക്തി കൊണ്ടുണ്ടാവുന്ന ഹൃദയ ആർദ്രത, ചിത്ത ആർദ്രത, അതാണ് പ്രാമുഖ്യം, അതിനാണ് പ്രാമുഖ്യം. ആ ഒരു ചിത്തത്തിൻ്റെ ഘടന, ആ ഒരു സവിശേഷമായ വ്യക്തിത്വം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കർമാനുഷ്ഠാനങ്ങളിലൂടെ ചിത്തശുദ്ധി കൈവന്നു കഴിഞ്ഞാൽ ഭക്തി യോഗത്തിലേക്ക് തിരിയും. ഭക്തി യോഗത്തിനുള്ള യോഗ്യതയായി. കുറച്ച് ചിന്താശേഷി, ഇങ്ങനെ എല്ലാം അന്വേഷിച്ചറിയാനുള്ള ഒരു ഔത്സുക്യം, അങ്ങനെയൊക്കെയുള്ള പ്രകൃതമാണെങ്കിലോ അദ്ദേഹം ജ്ഞാനയോഗത്തിലേക്ക് തിരിയും. ഈ ഭക്തിയും ജ്ഞാനവും ശരിക്കും രണ്ടല്ല, രണ്ടും ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ്. ജ്ഞാനത്തിലൂടെ ഭക്തിയും ജ്ഞാനവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ജ്ഞാനമാർഗത്തിലൂടെ ആയാലും ഭക്തി ഉണ്ടാവാം, ഭക്തി മാർഗത്തിലൂടെ ആയാൽ ജ്ഞാനം ഉണ്ടാവാം. അങ്ങനെ രണ്ടും ചേർന്നിട്ട്, രണ്ടും രണ്ടല്ല വാസ്തവത്തിൽ. പക്ഷെ ഇത് ശരിക്കും ഗ്രഹിക്കാത്ത രീതിയിൽ ജ്ഞാനമാർഗത്തിൽ പോയിട്ട് പാണ്ഡിത്യം നേടിക്കഴിയുമ്പോൾ ചിത്താർദ്രത ഉണ്ടാവില്ല. ചിത്താർദ്രത ഇല്ലാത്ത പാണ്ഡിത്യം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ്. താവതാ കിം, അത്രയും കൊണ്ട് എന്തു പ്രയോജനം? ഇങ്ങനെ ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ ഉള്ളവരായിത്തീരുന്നു കുറേ കാലം ഈ കർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ. അപ്പോൾ അതൊന്നും ചെയ്യാതെ തന്നെ ഭക്തി കൈവരട്ടെ എന്നാണ്, ഭക്തി ഉണ്ടാവട്ടെ എന്നാണ് പട്ടേരിപ്പാട് ആഗ്രഹിക്കുന്നത്. താവതാ കിം, അത്രയും കൊണ്ട് എന്ത് പ്രയോജനം?
ഈ ഇതിനൊക്കെയുള്ള ഒരു യോഗ്യത മാത്രമേ കർമ്മയോഗം കൊണ്ട് ഉണ്ടാവുന്നുള്ളൂ. ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ ഉള്ള യോഗ്യത മാത്രമേ ഈ കർമ്മയോഗം കൊണ്ട്, നമ്മളിപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മയോഗം കൊണ്ട് ഉണ്ടായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനം? ഏത് കാലത്ത് യോഗ്യത ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് തുടരുക? താവതാ കിം, അത്രയും കൊണ്ട് എന്തു പ്രയോജനം? അന്യേ പുനഃ, വേറെ ചിലരാകട്ടെ തർക്കപഥേ ക്ലിഷ്ട്വാ ചിത്താർദ്രത്വം ഋതേ ബ്രഹ്മാഖ്യം തവ പരം വപുഃ വിചിന്യ ബഹുഭിഃ ജന്മാന്തരൈഃ സിദ്ധ്യന്തി. ബഹുഭിഃ ജന്മാന്തരൈഃ സിദ്ധ്യന്തി. വേറെ ചിലരാകട്ടെ യുക്തി ചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണ സ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. ബഹുഭി ജന്മാന്തരൈഹി സിദ്ധ്യന്തി. അങ്ങയുടെ നിർഗുണ സ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കും. പക്ഷെ ഈ ഭക്തിയുടെ പരമാനന്ദം, ചിത്താർദ്രത്വം, ആ ഒരു അനുഭൂതിയുടെ തലം, അതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നില്ല. മോക്ഷമൊക്കെ പ്രാപിക്കും, അനേക കാലം ഇത്തരത്തിലുള്ള യുക്തി ചിന്ത കൊണ്ട് വിഷമിച്ച് മനസ്സലിവൊന്നുമില്ലാതെ വെറും ബുദ്ധിയുടെ തലത്തിൽ മാത്രം വർത്തിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഭക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഭക്തിയുടെ ഒരു ആനന്ദം, പരമഭക്തന്മാരുടെ ആ ഒരു അവരുടെ ആ ഒരു അനുഭൂതി സ്വായത്തമാക്കാൻ വേണ്ടി ഭക്തന്മാരുടെ പാദങ്ങളെ നമസ്കരിച്ച് ആശ്രയിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്. ഈ ശ്ലോകത്തിലെ വിസ്താരം കേൾക്കുമ്പോൾ ഓർമ്മ വരിക, പട്ടേരിപ്പാട് അതിബുദ്ധിമാനാണ്. ചിന്താശേഷിയും യുക്തി ചിന്തയും കൊണ്ടൊക്കെ ഈ പട്ടേരിപ്പാട് വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ്. സംസ്കൃത ഭാഷയിലുള്ള പരിജ്ഞാനവും ഒക്കെ ഉണ്ട്. അവിടെ പൂന്താനം തൻ്റെ ഭാഷാകൃതി പട്ടേരിപ്പാടിനെ കൊണ്ട് തിരുത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഈ ഭാഷാകാവ്യം മറ്റാരെങ്കിലും കൊണ്ട് നോക്കിച്ചോളൂ, എന്നെപ്പോലൊരു സംസ്കൃത പണ്ഡിതനൊന്നും വേണ്ട, ഇത് നോക്കാൻ എന്നെപ്പോലൊരു പാണ്ഡിത്യമൊന്നും ഉള്ള ആളൊന്നും ആവശ്യമില്ല, ഇത് തിരുത്താൻ വല്ല ഭാഷാ കവികളുടെ അടുത്തും കൊണ്ടുപോയാൽ പോരെ എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടതും അന്ന് പട്ടേരിപ്പാടിന് ശമിച്ചിരുന്ന വാതരോഗം വീണ്ടും ശക്തി പ്രാപിച്ചു എന്നും, അപ്പോൾ അന്ന് രാത്രി ഭഗവത് ദർശനം ഉണ്ടായിന്നും അശരീരി കേട്ടുവെന്നുമാണ്. കേളിയേറിന മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാളിഹ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് ഭഗവാൻ നേരിട്ട് പറഞ്ഞതായിട്ട് പട്ടേരിപ്പാടിൻ്റെ അനുഭവമുണ്ട്. അതൊക്കെ വെച്ചിട്ടാവാം പട്ടേരിപ്പാട് വീണ്ടും 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 പിന്നീട് ഭക്തിക്ക് വേണ്ടി നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ഭക്തി, ഭഗവാന്റെ പ്രിയൻ ആവാൻ ഈ പാണ്ഡിത്യമൊന്നുമല്ല ഭഗവാന് വേണ്ടത്. ഭഗവാന് ആ നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാന് വേണ്ടത് എന്ന് പട്ടേരിപ്പാടിന് ബോധ്യപ്പെട്ടതുകൊണ്ട്, ഈ യുക്തിചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടുമൊന്നും ഈ ഹൃദയ ആർദ്രത ഉണ്ടാവില്ല. ആർദ്രചിത്തനാണെങ്കിൽ പൂന്താനത്തിൻ്റെ ആ ഒരു അപേക്ഷ കാണുമ്പോൾ തന്നെ ഹൃദയ ദ്രവീകരണം സംഭവിച്ച് ആ പ്രേമ ആർദ്രത കൊണ്ട് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു. പൂന്താനത്തെ കാണുമ്പോൾ തന്നെ ഭഗവത് സാന്നിധ്യം അനുഭൂതമാകുമായിരുന്നു. ഈ യുക്തിചിന്തയും പാണ്ഡിത്യ ഗർവും ഉള്ളതുകൊണ്ട് പൂന്താനത്തിനെ മനസ്സിലാക്കാൻ, പൂന്താനത്തിൻ്റെ ആ ഭക്തിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ പട്ടേരിപ്പാടിന് അന്ന് സാധിച്ചിരുന്നില്ല. അതാണ് ഈ ശ്ലോകം വായിക്കുന്ന സമയത്ത് ആ രംഗങ്ങളൊക്കെയാണ് മനസ്സിലൂടെ കടന്നു വരിക. അതുകൊണ്ട് ഈ കർമാനുഷ്ഠാനം എന്ന് വെച്ചിട്ട് കർമാനുഷ്ഠാനം നിർത്തണം എന്നല്ല, നമ്മളുടെ ആന്തരികമായ അവസ്ഥ അതിനനുയോജ്യമായ രീതിയിൽ നമ്മൾ തന്നെ സ്വധർമ്മം
നിർവഹിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ലോപം വരുത്തേണ്ട ആവശ്യമില്ല, ഒന്നും നിർത്തിവെക്കണം എന്ന് പറയുന്നില്ല. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതുപോലെ ചെയ്യുക, അതെല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുക. വീണ്ടും 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 ഭഗവാനോട് ഈ ഭക്തി തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സകല കർമ്മങ്ങളും ഭഗവാനുള്ള പൂജയായി മാറും. സ്വാഭാവികമായും ആ ഭക്തി സംഭവിക്കും. ശ്ലോകം